ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിൽ ലൈൻസ് ആൻഡ് ആംഗിൾസ്. നമുക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷം മുതൽ പുതിയതായിട്ട് നവോദയ സിലബസിൽ വന്നൊരു ടോപ്പിക്കാണ് ലൈൻസും ആംഗിൾസും. അതിൽ ലൈൻസ് നമുക്ക് പിന്നെയും കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാം, സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്ക് ആംഗിൾസിൽ നിന്നാണ്, കോണുകളിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 30 ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ഒരു ദിവസം നമ്മൾ നല്ല ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് എങ്ങനെയൊക്കെ ട്രിക്ക് ഉപയോഗിക്കാം, അതേപോലെ പരമാവധി പഠിത്തത്തിന് വേണ്ടി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മാത്സിന് അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സമയം അരമണിക്കൂറാണ്. നമ്മൾ വേണം മെൻ്റൽ എബിലിറ്റി നേരത്തെ ചെയ്ത് ഒരു വൺ അവർ മാത്സിന് വേണ്ടി കണക്കൂട്ടി വെക്കാൻ. എങ്കിലേ നമുക്ക് ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവറും കൂടെ നമുക്ക് മലയാളം ലാംഗ്വേജ് ഇംഗ്ലീഷിന് വേണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 1 അവറിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ ഒരുപാട് ട്രിക്കുകളും അതേപോലെ ഒരുപാട് ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു 30 ഡേയ്സിൽ കറക്റ്റ് എല്ലാ സിലബസുകളും ഫുൾ തിയറി ക്ലാസ് പോലെ തന്നെ ഫുൾ എല്ലാം പഠിപ്പിച്ചു തരും. അതേപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം. നമുക്ക് ഒരു മൂലയ്ക്കായിട്ടുണ്ട് അത് വന്നേക്കാം, അങ്ങനെയൊന്നുമുള്ള നമുക്ക് വേണ്ട. ഏറ്റവും വേണ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് ഈ പോർഷൻസിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കൊടുത്ത് അവിടെ നല്ല രീതിയിൽ പഠിക്കാം. അങ്ങനെ പഠിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു സ്കോറിലെത്തും, നല്ല റാങ്കിൽ കയറി വരും. ആദ്യത്തെ 40 തന്നെ നമ്മൾ കയറി വരും കേട്ടോ. 80 ആദ്യത്തെ 40 തന്നെ കയറി വരും, നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, നമ്മുടെ 30 ഡേ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 9496949929 വിളിക്കുക കേട്ടോ. എല്ലാവരും വിളിച്ച് എൻക്വയറി എടുക്കണം. ഫീസ് കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് അന്വേഷിച്ച് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സ് ആദ്യമേ തന്നെ ജോയിൻ ചെയ്ത്, ക്ലാസ്സിൻ്റെ ആദ്യമേ തന്നെ ജോയിൻ ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കറക്റ്റ് ആയിട്ടിരുന്ന് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കിക്കേ, ആംഗിൾ, കോണുകൾ എന്ന് നമ്മൾ പറയും അല്ലേ. ഇപ്പം നമുക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്, അക്യൂട്ട് ആംഗിൾ എന്താണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണ്, 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയുള്ള ആംഗിളുകളെ എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ആദ്യമേ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് അക്യൂട്ട് ആംഗിൾ നോക്കാം. അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്രൊട്രാക്ടർ വെച്ചിട്ടാണല്ലേ. അപ്പം നമ്മളൊരു പ്രൊട്രാക്ടറിൻ്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ നോക്കിക്കേ, അക്യൂട്ട് ആംഗിൾ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടർ പറയില്ലേ, 0 ഡിഗ്രി, അതേപോലെ തന്നെ 90 ഡിഗ്രി, 180 ഡിഗ്രി, ഇതിനിടയിലും കുറേ ആംഗിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ അക്യൂട്ട് ആംഗിൾ മലയാളത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ ന്യൂനകോണുകൾ അല്ലെങ്കിൽ ന്യൂനകോൺ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിനേക്കാൾ വലുതും 90 ഡിഗ്രിനേക്കാൾ ചെറുതുമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ആരൊക്കെയാ? ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി. ഇതാണ് നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ്. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി. ഇത് തന്നിട്ട് 4 ഓപ്ഷൻ തരും. അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റിഫ്ലെക്സ്, സ്ട്രെയിറ്റ്, ഇങ്ങനെയൊക്കെ ആംഗിൾസ് തന്ന ഈ ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി ഏതാണെന്നാണ് നമുക്ക് ചോദ്യം ചോദിക്കുന്നെങ്കിൽ നമ്മൾ പറയണം അത് അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ ന്യൂനകോണാണ്, 0 ഡിഗ്രിനേക്കാൾ വലുതും 90 ഡിഗ്രിനേക്കാൾ ചെറുതുമായിട്ടുള്ള ആള്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആള്. ഇനി രണ്ടാമത്തെ ആള് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 0 ഡിഗ്രി ആയിരുന്നു, ഇത് 90 ഡിഗ്രി ആയിരുന്നു അല്ലേ. 90 ഡിഗ്രി. അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി, ഇതിങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു, ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഇത് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ഇത് 90 ഡിഗ്രിയാണ്. എക്സാക്ട് 90 ഡിഗ്രിക്ക് മാത്രമേ നമ്മൾ ഇങ്ങനെ വരയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എക്സാക്ട് 90 ഡിഗ്രി ആയിരിക്കും.
എക്സാക്ട് 90 ഡിഗ്രി ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ മട്ടകോൺ എന്ന് പറയും കേട്ടോ. മട്ടകോൺ എന്ന് പറയും. മട്ടകോൺ എന്ന് നമ്മൾ പറയും. അതാണ് റൈറ്റ് ആംഗിൾ. ഇത് ഇതിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ആംഗിള് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ മലയാളത്തിൽ നമ്മൾ ബൃഹത് കോൺ എന്ന് പറയും. ബൃഹത് കോൺ. ബൃഹത് കോൺ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഓർത്ത് വെച്ചോണം, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 180 ഡിഗ്രി. ലെസ് ദാൻ 180 ഡിഗ്രി. ഇതാണ് നമുക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്നത്. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രീനേക്കാൾ വലുതും എന്നാൽ 180 ഡിഗ്രീനേക്കാൾ ചെറുതുമായിരിക്കും. നമ്മളപ്പോൾ അത് വരയ്ക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇതാണ് നമ്മൾ പറഞ്ഞത് 0 ഡിഗ്രി, 180 ഡിഗ്രി, 90 ഡിഗ്രി. 90 ഡിഗ്രീനേക്കാൾ വലുതും 180നേക്കാൾ ചെറുതും. ഇവിടെയുള്ള 91, 92, 93 അങ്ങനെ 110, 120, 130, 40, 50 ഒക്കെ വരുന്നത് ഏതിലാണ്? ഇതിലാണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ദ ആംഗിൾ 110 ഏതിൽ വരും, അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് അത് വരിക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണോ? അത് നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റിഫ്ലക്സ്, സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് വരിക എന്ന് നമുക്ക് നോക്കണം. അപ്പൊ അത് വരുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. 150 ഒക്കെ വരുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ, ബൃഹത് കോണിലാണ് വരിക കേട്ടോ. ഇതാണ് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയും. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? എക്സാക്ട് 180 ഡിഗ്രി ആണ്. എക്സാക്ട് 180 ഡിഗ്രി ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ആംഗിൾ. നേർരേഖാ കോൺ എന്ന് നമ്മൾ പറയും കേട്ടോ. നേർരേഖാ കോൺ എന്ന് നമ്മൾ പറയും സ്ട്രെയിറ്റ് ആംഗിളിനെ. ഇനി അടുത്തത് നമുക്കുള്ളത് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്താണെന്നാണ് നമ്മളോടുള്ള അടുത്ത ചോദ്യം വരിക, അല്ലെങ്കിൽ അടുത്തൊരു ആംഗിൾ ടൈപ്പ് റിഫ്ലക്സ് ആംഗിൾ, അല്ലെങ്കിൽ പ്രതിഫലന കോൺ എന്ന് നമ്മൾ പറയും കേട്ടോ. പ്രതിഫലന കോൺ. ഇത് വരുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി, ലെസ് ദാൻ 360 ഡിഗ്രി. പ്രതിഫലന കോൺ. പ്രതിഫലന കോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. 150 സ്ട്രെയിറ്റ് ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം 181, 192, 230, 270 അങ്ങനെ 360 വരുന്നത് വരെ, 360ലും താഴെ മീൻസ് എന്താ വരുന്നത്? 359 വരെ അല്ലെ? 359 നമുക്ക് പറയത്തില്ലേ? 359 വരെ വരുന്നത് ഏതിലാണ്? റിഫ്ലക്സ് ആംഗിളിലാണ്. അപ്പൊ അവരെയാണ് നമ്മൾ പ്രതിഫലന കോൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് വൺ ഉണ്ട് നമുക്ക്. എന്താണ്? കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് നമ്മൾ പറയും. കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. എക്സാക്ട് 360 ഡിഗ്രി ആയിരിക്കും. എക്സാക്ട് 360 ഡിഗ്രി. ഇങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇവിടെ അടിയിൽ ഒരേ ലൈനിൽ വരും. ഇത് മേളിൽ 0 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. ഈ ഒരു ഇങ്ങനെ കറങ്ങി ഫുൾ സർക്കിൾ വരുന്നതിനെയാണ് നമ്മൾ 360 ഡിഗ്രി എന്ന് പറയണത് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് കംപ്ലീറ്റ് ആംഗിൾ. ഇത്രയാണ് ആംഗിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ആംഗിൾസ് എന്തൊക്കെയുണ്ട്? ആദ്യം നമുക്ക് അക്യൂട്ട് ആംഗിൾ വരുന്നുണ്ട്, ന്യൂനകോൺ വരുന്നുണ്ട്, പിന്നെ റൈറ്റ് ആംഗിൾ മട്ടകോണുണ്ട് 90 ഡിഗ്രി എക്സാക്ട്, പിന്നെ ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട് 90നേക്കാൾ വലുതും 180നേക്കാൾ ചെറുതും, പിന്നെ നമുക്ക് വരുന്നത് ഏതാ? റിഫ്ലക്സ് ആംഗിൾ അല്ലെ? 150നേക്കാൾ വലുതും 360നേക്കാൾ ചെറുതും, പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നു കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 360 ഡിഗ്രി. എക്സാക്ട് 360 ഡിഗ്രീനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ,
ഫൈൻഡ് ദ കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് 53 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ, 53 ഡിഗ്രിയുടെ പൂരക കോൺ കണ്ടെത്തുക. കോംപ്ലിമെന്ററി ആംഗിൾ എന്താണ്? കോംപ്ലിമെന്ററി ആംഗിൾ കോംപ്ലിമെന്ററി ആംഗിൾ അല്ലെങ്കിൽ പൂരക കോൺ, ഇതും ഒരു ഹെഡിങ് ആണ്. കോംപ്ലിമെന്ററി ആംഗിൾ അല്ലെങ്കിൽ പൂരക കോൺ എന്ത്? രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടുവാണെങ്കിൽ അവരെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സി വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കാറ്റ് 90 എന്ന് പഠിക്കുക. കാറ്റ് 90 എന്ന് വെച്ചാൽ എന്താ? സി കോംപ്ലിമെന്ററി ആംഗിള് സം ചെയ്താൽ 90 ആയിരിക്കും കിട്ടുന്നത്. കാറ്റ് 90 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഒരു ആംഗിൾ 53 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 53 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആംഗിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ, 53 പ്ലസ് എക്സ് ആണ് എന്ത്? 90. അങ്ങനെ നമുക്ക് എഴുതത്തില്ലേ? വെറുതെ എക്സ് വെച്ച് നമുക്ക് എഴുതാം, അല്ലാതെ എഴുതാം. എന്താ ചെയ്യണ്ടേ? എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 90യിൽ നിന്ന് 53 കുറയ്ക്കണം അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടുന്നത്. ഒരു ആംഗിൾ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യണം? ആ ടോട്ടൽ ആംഗിളിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിനെ കുറയ്ക്കണം. ഇപ്പൊ 90യിൽ നിന്ന് 53 കുറയ്ക്കണം. പിന്നെ നിങ്ങൾ തെറ്റിക്കുന്ന കാര്യമാണ്, ഒരിക്കലും ഇവിടെ 10 എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 9 ഇടരുത്. ഇവിടെ ഒന്ന് കുറച്ചേ എഴുതാവുള്ളൂ, 8 ഉള്ളൂ നമുക്ക്. അത് നിങ്ങൾ തെറ്റിക്കരുത്. നമുക്ക് 37 ഡിഗ്രി എന്ന് കിട്ടും. നോക്കിക്കേ, അപ്പൊ 53 ഡിഗ്രി 37 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. ഇപ്പൊ ഇതാണ് നമുക്ക് എന്താ ആൻസർ ആയിട്ട് വരുന്നത്? കോംപ്ലിമെന്ററി ആംഗിൾ. അപ്പൊ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടും. അതാണ് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സപ്ലിമെന്ററി ആംഗിൾ ഓഫ് 67 ഡിഗ്രി. 67 ഡിഗ്രിയുടെ അനുബന്ധ കോൺ ഏത്? അനുബന്ധ കോൺ അല്ലെങ്കിൽ അനുപൂരക കോൺ എന്നും പറയുന്നുണ്ട് കേട്ടോ. അനുബന്ധ കോൺ അല്ലെങ്കിൽ അനുപൂരക കോൺ, മലയാളം മീഡിയത്തിന്. അപ്പൊ സപ്ലിമെന്ററി ആംഗിൾ എന്താണ്? സപ്ലിമെന്ററി ആംഗിൾ കോംപ്ലിമെന്ററി കേട്ട് കഴിഞ്ഞപ്പോഴേ എല്ലാവർക്കും ഒരു ഊഹം കിട്ടി കാണണം. സപ്ലിമെന്ററി ആംഗിൾ, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആയിരുന്നെങ്കിൽ സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിൾസ്, ആംഗിൾ എയും ആംഗിൾ എ ബിയും ഉണ്ടെങ്കിൽ ഇത് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഇതാണ് എന്ത്? നമുക്ക് സപ്ലിമെന്ററി ആംഗിൾ അല്ലെങ്കിൽ അനുബന്ധ കോൺ അല്ലെങ്കിൽ അനുപൂരക കോൺ എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ആംഗിൾ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ 67 ഡിഗ്രിയുടെ സപ്ലിമെന്ററി ആംഗിളാണ്. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ എസ് സ്നേക്ക് 180 എന്ന് എഴുതി പഠിച്ചു. സ്നേക്ക് ഓർത്തിരുന്നു, സ്നേക്ക് 180, മറ്റേത് കാറ്റ് 90. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സപ്ലിമെന്ററി ആംഗിൾ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 180 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, എന്താ? 67. അടുത്ത ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുവാണേ 180 കൊടുത്തു. എക്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡയറക്റ്റ് 180 67 കുറച്ചാൽ മതി. ഇതൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എക്സാമിന്, നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ വേണ്ടി കാണിച്ചു തന്നാ. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് 67 കുറച്ചാൽ മതി. 180ൽ നിന്ന് എന്ത് ചെയ്യണം? 67നെ കുറയ്ക്കണം. 10, 8ന്റെ അവിടെ എന്താവും? 7 ആവും. ഇനി നോക്കിക്കേ, 3, 1, 1. എക്സ് ഈസ് ഈക്വൽ ടു 113 ഡിഗ്രി. കണ്ടോ? അപ്പൊ എന്തായി? 67 ഡിഗ്രിയുടെ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 113 ഡിഗ്രി. തന്നിരിക്കുന്ന 67 ആ 180ൽ നിന്ന് കുറച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനിലും ഓർത്തിരിക്കേണ്ടത്, കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും, സപ്ലിമെന്ററി കൂട്ടിയാൽ 180 ഡിഗ്രിയും കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന ഇതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ഫോം ഒക്കെ ആയിട്ട് ഓർത്ത് വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, കാറ്റ് സ്നേക്ക്, കാറ്റ് 90, സ്നേക്ക് 180 ഡിഗ്രിയും ഓർത്ത് വെക്കുക കേട്ടോ. പൂച്ച 90 ഉണ്ട്, പാമ്പ് 180 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഓർത്ത് നിങ്ങൾ വെക്കുക. ഓക്കെ, നിങ്ങൾ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ, എസിനും സിക്കും എന്ത് വേണമെങ്കിലും എടുത്തോ, പക്ഷെ മാറിപ്പോകരുത്. സി ആണ് 90 ഡിഗ്രി, എസ് ആണ് 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് വൺ ഓഫ് ദ കോംപ്ലിമെന്ററി ആംഗിൾ ഈസ് 8 ഡിഗ്രി സ്മോളർ ദാൻ ദ അതർ, ദെൻ ഫൈൻഡ് ദ ഗ്രേറ്റർ ആംഗിൾ. എന്താണ് ചോദ്യം? പൂരക കോണുകളിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ 8 ഡിഗ്രി ചെറുതാണെങ്കിൽ വലിയ കോൺ കണ്ടെത്തുക. അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കോണുകളും ശരിക്കും പറഞ്ഞാൽ രണ്ട് ആംഗിൾസും തന്നിട്ടില്ല.
പക്ഷെ ഒരു ആംഗിള് മറ്റേ ആംഗിളിനേക്കാൾ 8 സ്മോളർ ദാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ അതർ ആംഗിളിനെ, അല്ലെങ്കിൽ നമുക്ക് തരാത്ത ഒരു അതർ ആംഗിൾ ഉണ്ടല്ലോ, അതിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുക. തരാത്ത ആൾക്കാരെ നമ്മൾ പൊതുവെ എടുക്കുന്നത് എക്സ് അല്ലേ. നിങ്ങൾ ABCD A to Z എന്ത് വേണമെങ്കിലും എടുത്തു, ഒരു പ്രശ്നമില്ല കേട്ടോ. അതർ ആംഗിളിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് വേറൊരു ആംഗിളും കൂടെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ആംഗിൾ ആയിട്ട് എടുക്കാം. അതിനെ ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞെടുക്കാം. ആദ്യത്തെ ആംഗിളെ, ആദ്യത്തെ കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്ലിമെന്ററി ആംഗിൾ ഈസ് 8 ഡിഗ്രി സ്മോളർ ദാൻ ദ അതർ. ഇതിനേക്കാൾ 8 കുറവ്. അപ്പൊ എക്സ് മൈനസ് 8, ഇതിനേക്കാൾ 8 കുറവ്. ആദ്യത്തെ ആ ഒരു അതർ ആംഗിളിനേക്കാൾ നോക്കിയേ 8 സ്മോളർ ദാൻ ദ അതർ, ആ മറ്റേ ആംഗിളിനേക്കാൾ. ഇപ്പൊ ദേ ആംഗിൾ എ ആംഗിൾ ബി ആണെങ്കിൽ ആംഗിൾ ബി നമുക്ക് എക്സ് ആയിട്ട് എടുത്താൽ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ ബി മൈനസ് മീൻസ് എക്സ് മൈനസ് ആംഗിൾ എ ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് മൈനസ് നമുക്ക് അവിടെ തന്നിരിക്കുന്ന ആ 8 എടുക്കുക. എത്രയാണോ കുറവ് അത് നമ്മൾ കൊടുത്തു കേട്ടോ. വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ആംഗിളിന്റെ അവിടെ കുറവെന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ അതാണ് അതർ ആംഗിൾ എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ആംഗിൾ, ആദ്യത്തെ ആംഗിൾ എന്താ? 8 ഡിഗ്രി സ്മോളർ ദാൻ എന്ത്? അതർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് ഡൗട്ട് ആയിട്ട് കിടക്കണ്ട, അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നോക്കിക്കേ, ഇനി ഇവരെന്താ ചെയ്യണ്ടേ? നമുക്ക് കോംപ്ലിമെന്ററി ആംഗിൾ ആണെന്നറിയാം. അപ്പൊ കോംപ്ലിമെന്ററി രണ്ട് ആംഗിളുകൾ കൂട്ടുമ്പോൾ കോംപ്ലിമെന്ററിയിൽ എത്ര വരണം? 90 ഡിഗ്രി വരണം അല്ലെ. രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 90 ഡിഗ്രി വരണം. അപ്പൊ നോക്കിക്കേ, എക്സ് പ്ലസ് എക്സ് മൈനസ് 8 എന്താ നമുക്ക് വരേണ്ടത്? 90 ഡിഗ്രി വരണം അല്ലെ. ഇനി നോക്കിക്കേ, എക്സ് പ്ലസ് എക്സ് എത്രയാ? 2x മൈനസ് 8 90 ഡിഗ്രി. ഇനി 2xനെ സാർ അവിടെ നിർത്തി, 8നെ അപ്പുറത്തേക്ക് കൊടുത്തു. 90 പ്ലസ് 8 98. ഇനി എക്സിനെ അവിടെ സാറ് നിർത്തി 98 ഡിവൈഡഡ് ബൈ 2 കൊടുത്തു. അപ്പൊ നമുക്ക് എക്സ് എത്ര കിട്ടും നോക്കിക്കേ എല്ലാവരും? 98നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 4 2s are 8, 1 8 എടുത്ത് എഴുതി, 9 2s are 8. നമുക്ക് കിട്ടിയേ 49 കിട്ടി. അപ്പൊ എക്സ് എന്തെന്ന് കിട്ടി? 49 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് നോക്കിക്കേ, അതർ ആംഗിൾ നമുക്ക് കിട്ടി എന്ത്? 49 ഡിഗ്രി. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഗ്രേറ്റർ ആംഗിൾ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. എക്സ് 49 ആണെങ്കിൽ എക്സ് മൈനസ് 8 എന്ന് പറയുമ്പോൾ 49 നിന്ന് താഴത്തേക്ക് പോകൂലേ. അപ്പൊ നമുക്ക് എന്തായാലും എന്താ വരിക? എക്സ് 49 മൈനസ് 8 41 ഡിഗ്രി അല്ലേ. അപ്പൊ ഇതിൽ ഗ്രേറ്റർ ഏതാ? എക്സ് ആണോ എക്സ് മൈനസ് 8 ആണോ? എക്സ് 49. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുന്നത് ഓപ്ഷൻ എ 49, ഓപ്ഷൻ ബി 41, ഓപ്ഷൻ സി 98, ഓപ്ഷൻ ഡി 21 എന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാ വരുന്നത്? 49 ആണോ 41 ആണോ? വലുതാണ് ചോദിച്ചിരിക്കുന്നത്. വലുത് ചോദിച്ചാൽ നമുക്ക് ആൻസർ വരുന്നത് 49 ആയിരിക്കും കേട്ടോ, നമുക്ക് ആൻസർ വരിക. അപ്പൊ ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു നിശ്ചിത പോയിന്റിലൂടെ എത്ര വരകൾ കടന്നു പോകാൻ കഴിയും? ഹൗ മെനി ലൈൻസ് ക്യാൻ പാസ് ത്രൂ എ ഗിവൺ പോയിന്റ്? ഒരു പോയിന്റിലൂടെ എത്ര വരകൾ കടന്നു പോകാൻ കഴിയും? ഇങ്ങനെ എത്ര എണ്ണം ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് പോകാൻ കഴിയും എന്നതാണ് നമ്മുടെ ചോദ്യം. അത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ലൈൻസിന് ആ പോയിന്റിലൂടെ കടന്നു പോകാൻ കഴിയും കേട്ടോ. അനേകം, നമുക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും മലയാളം മീഡിയത്തിന് വരിക, അനേകം വരകൾക്ക് കടന്നു പോകാൻ കഴിയും. അടുത്ത് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് വൺ ഓഫ് ദ സപ്ലിമെന്ററി ആംഗിൾ ഈസ് 8 ടൈംസ് ദ അതർ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ലാർജർ ആംഗിൾ? എന്താ? ഇപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ട്, അതിൽ ഒരെണ്ണം മറ്റൊന്നിൻ്റെക്കാൾ 8 മടങ്ങാണ്. രണ്ട് ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, ഒരു ആംഗിളിനേക്കാൾ മറ്റേ ആംഗിൾ 8 മടങ്ങാണ് എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കേ, അനുബന്ധ കോണുകൾ അല്ലെങ്കിൽ അനുപൂരക കോണുകളിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ 8 മടങ്ങാണെങ്കിൽ വലിയ കോണിന്റെ അളവ് എന്താണ്? മറ്റൊന്നിന്റെ 8 മടങ്ങാണെങ്കിൽ, ആ തന്നിരിക്കുന്നതിന്റെ 8 മടങ്ങാണെങ്കിൽ അവയുടെ എന്താണ് അതിലെ വലിയ കോൺ ഏതെന്നാണ് നമ്മൾ മലയാളത്തിൽ ചോദ്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം സപ്ലിമെന്ററി ആംഗിൾ കൂട്ടിയാൽ നമുക്ക് വരേണ്ടത് 180 ഡിഗ്രിയാണ്. സ്നേഹിക്ക് 180 എന്നല്ലേ പഠിച്ചേ? ഇവിടെ നമുക്ക് ആദ്യത്തേതും തന്നിട്ടില്ല, രണ്ടാമത്തേതും തന്നിട്ടില്ല. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ അതർ എന്ന് തന്നിട്ടുണ്ട്. ഈസ് 8 ടൈംസ് ദ അതർ.
ആ ആദ്യം എടുക്കുന്നതിനേക്കാൾ 8 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, നേരത്തെ പോലെ തന്നെ അതർ ആംഗിൾ, ആ മറ്റൊരു കോൺ ഉണ്ടല്ലോ, അതർ ആംഗിൾ, മറ്റൊരു കോണിനെ സാറ് എക്സ് ആയിട്ട് എടുത്തു, അതിനെ എക്സ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് അടുത്തൊരു ആംഗിൾ ഉണ്ടല്ലോ, ഫസ്റ്റ് ആംഗിൾ എന്ന് തന്നെ നമുക്ക് അതിനും കൊടുക്കാം. ഫസ്റ്റ് ആംഗിൾ, ആദ്യത്തെ ആംഗിൾ ഉണ്ടല്ലോ, അത് ഇതിനേക്കാൾ എത്ര മടങ്ങെന്നാ പറഞ്ഞിരിക്കുന്നത്? 8 മടങ്ങ്. മടങ്ങ് എന്ന് പറഞ്ഞാൽ അധികം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അതേപോലെ കുറവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും സ്മോളർ വരുമ്പോൾ. ഇനി നമുക്കിപ്പോൾ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ വരും, നമുക്ക് പ്ലസ് വരുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ സ്മോളർ ദാൻ വന്നാൽ അത് മൈനസ് ആവും. ഇവിടെ 8 ടൈംസ് ദ അതർ, 8 മടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ അത് എക്സ് ഇൻറ്റു 8 ആയിരിക്കും കേട്ടോ. എക്സ് ഇൻറ്റു 8 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കത്തുള്ളൂ. ഇനി ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് വരേണ്ടത്? എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി വരണം അല്ലേ? ഇതല്ലേ നമുക്ക് വരേണ്ടത്? അങ്ങനെയല്ലേ വരിക നമുക്ക്? അപ്പൊ നോക്കിക്കേ, എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇനി 8x പ്ലസ് എക്സും ഉള്ളത്, 8xന്റെ കൂടെ ഒരു എക്സ് കൂട്ടിയാലോ? എക്സ് പ്ലസ്, ഇവിടെ എല്ലാം പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് എക്സ് 2x എന്ന് കൊടുക്കായിരുന്നു. അങ്ങനെയല്ല, ഇവിടെ 8x ഉണ്ട്. എക്സ് ഇൻറ്റു 8 എന്ന് വെച്ചാൽ എന്താ? എക്സ് പ്ലസ് 8x ആണ്. 8xന്റെ കൂടെ ഒരു എക്സ് കൂട്ടിയാൽ നമുക്ക് എത്രയാണ് വരുന്നത്? 9x. 9x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 9. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും 20 ഡിഗ്രി. എക്സ് 20 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം അതർ ആംഗിൾ ആണ്. ഞാൻ വേറൊരു കളർ ചേഞ്ച് ചെയ്യാൻ നോക്കിക്കോ. അതർ ആംഗിൾ ആണ് നമുക്ക് എക്സ് 20 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്കുള്ളത് എന്താ? ഫസ്റ്റ് ആംഗിൾ. ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ഇൻറ്റു 8 ആയിരുന്നു. എക്സ് ഇൻറ്റു 8. എക്സ് നമുക്ക് 20 കിട്ടി. 20 ഇൻറ്റു 8 160 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ 160 ഡിഗ്രിയും 20യും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 180 ഡിഗ്രി കിട്ടുക. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ തീർന്നില്ല. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ലാർജർ ആംഗിൾ? 20 ഡിഗ്രി ആണോ 160 ഡിഗ്രി ആണോ വലുത്? അപ്പൊ ലാർജർ ആംഗിളിന്റെ മെഷർ ഏതാ? 160 ഡിഗ്രി. സോ നമുക്ക് ആൻസർ വരുന്നത് 160 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 160 ഡിഗ്രി ആയിരിക്കും ആൻസർ വരേണ്ടത്. അപ്പൊ നിങ്ങൾ ഓർത്തിരുന്നോ, കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ കാറ്റ് 90, അതേപോലെ തന്നെ സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ സ്നേക്ക് 180 കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 ഡേ ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, ലൈവ് റെക്കോർഡഡ് ഉണ്ട്, ഡെയിലി ലൈവ് സെഷൻ ഉണ്ട്. അതിന്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെന്ററിനോട് ഡൗട്ട് ചോദിക്കാം, എപ്പോഴായാലും നിങ്ങൾക്ക് ചോദിക്കാം, അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾ ചോദിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവരെങ്ങനെ അറിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നുണ്ട്, അത് വിളിച്ച് ചോദിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെന്ന് അവരെങ്ങനെ അറിയും? നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ചാൽ അവരത് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പക്കയായിട്ട് പറഞ്ഞുതരും. ഓക്കെ, നമുക്ക് വർക്ക്ഷീറ്റ് ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അസസ്മെന്റ് ഉണ്ടാവും, മോക്ക് എക്സാമുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ 9496949929 വിളിച്ച് എൻക്വയറി എടുക്കാട്ടോ. അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.